ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡേ വരുന്ന റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നോക്കുന്നത്, കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു നിമിഷം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. കാർഡ് എടുക്കുകയാണ്. 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ബന്ധത്തിൽ ആക്ഷൻ എടുക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു, നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൽ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ശേഷം അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, സെൽഫ് എക്സ്പ്രഷനെയാണ് കാർഡ് പറയുന്നത്, അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ സക്സസ്സിലേക്ക് പോയേ എന്നാണ് പറയുന്നത്. ഇവിടെ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എന്നുള്ളൊരു കാര്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് എന്ന് അവർ തിരിച്ചറിയാണ്. പോസിറ്റീവ് എനർജി നിങ്ങളാണെന്ന് തിരിച്ചറിയാണ്. സെൽഫ് ലവ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പോയിട്ടുള്ളത്. അവരെന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെ അവർ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ് ക്യൂൻ ഓഫ് പെൻഡക്കിളാണ്. ഹീലറെയാണ് കാണിച്ചു തരുന്നത്. അവർ ഒരു ഹീലറാണെന്ന് പറയുന്നു. അവരുടെ പ്രൊഫഷനായിരിക്കാം, അവരുടെ സ്വഭാവമായിരിക്കാം ഹീലറെ കാണിക്കുന്നത്. മെഡിക്കൽ ഫീൽഡ് ആയിരിക്കണം, സോഷ്യൽ വർക്കർ ആയിരിക്കണം, മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന ഒരു കരിയറുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. സെൽഫ് മെയ്ഡ് പേഴ്സണെയാണ് കാണിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. ഇവിടെ അവരുടെ ഹൃദയം നിങ്ങളിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. അബണ്ടൻസ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും നിങ്ങളിലേക്ക് തന്നെയാണ്. ആ വ്യക്തിയുടെ സ്നേഹവും കരുതലും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് ഫീൽ ചെയ്യുകയാണ്. നിങ്ങളെ ഒരു അട്രാക്ഷൻ തോന്നുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ കരിയറിന് വേണ്ടിയിട്ടാണ് മാറിപ്പോയിട്ടുള്ളത്. പക്ഷേ നിങ്ങളെ അവർക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ വരുന്നത്. അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അവരിലെ നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതെന്ന് അവർക്കറിയാം. ഇവിടെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഫാമിലിയാണ്, കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവരുടെ ഇമോഷനെ, നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഹാർമണി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ച് അവർക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത്, അവരുടെ ഹേർട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളിലേക്കാണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്ട്രോങ് ആവാണ്. ടു ഓഫ് സാർട്സിൻ്റെ എനർജി മേക്കിംഗ് ഡിഫിക്കൽട്ട് ചോയ്സ് എന്നാണ്. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയൊരു സമയത്തെ നിങ്ങൾ അന്ധമായിട്ട് അവരിൽ അടിമപ്പെട്ടു പോയെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു. എൻ്റെ പേഴ്സൺ എനിക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു. ഇന്ന് അവർ തിരിച്ചു വരുമ്പോൾ വളരെയേറെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെയാണ് തീരുമാനമെന്നും പറയുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സണാൽ നിങ്ങളുടെ കണ്ണ് ബന്ധിക്കപ്പെട്ടിരുന്നു. അവരുടെ ഓർമ്മയാൽ തന്നെയാണ് പോയിരുന്നത്. എങ്കിലും ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്തു തുടങ്ങി, നിങ്ങളെ വിശ്വസിച്ചു തുടങ്ങി, നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങി. ഇന്ന് തീരുമാനം എടുക്കുന്നതിനേക്കാളും മുൻപ് നിങ്ങൾ ഇവിടെ വിലയിരുത്തുകയാണ്. നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് കുറച്ചും കൂടി ചിന്തിക്കണമെന്ന് നിങ്ങൾ പറയുകയാണ് എന്ന് കാർഡ്സ് പറയുന്നു. പ്രിൻസസ് ഓഫ് വാൻഡ്സ്, നിങ്ങളുടെ എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ലൈഫ് എങ്ങനെ പുരോഗതിയിലേക്ക് എത്തിക്കാം എന്നാണ് നോക്കുന്നത്. ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങി. ഇവിടെ നിങ്ങളുടെ സ്കില്ലിനെയാണ് കാണിക്കുന്നത്. ആ സ്കില്ല്, ആ കഴിവ് എങ്ങനെ പ്രയോജനപ്പെടുത്താം, നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് എങ്ങനെ അബണ്ടൻസ് കൊണ്ടുവരാമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ആക്ഷൻ എടുക്കുന്നത്. ട്രൈങ് ന്യൂ തിങ്സ് എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് പരിശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആസ് എ ഡ്രീമർ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ നിങ്ങൾ കാണുകയാണ്. ഒരു ബ്രൈറ്റ് ലൈറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങളൊരു ഫയർ ആണെന്ന് പറയുന്നു. നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ സമയം ചോദിക്കുന്നുണ്ട്, വരട്ടെ,
എനിക്കൊരു തീരുമാനമെടുക്കാനായിട്ട് കുറച്ചും കൂടി സമയം വേണം. കാരണം ഞാനിപ്പോൾ എൻ്റെ പ്രോഗ്രസ്സാണ് നോക്കുന്നത്. എൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് ചാരിയറ്റ് പറയുന്നത്. ഫാസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത്. ഉറച്ച നിലപാടോട് കൂടിയിട്ട്, വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. രണ്ട് കാർഡ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കാർഡ് തേർഡ് പാർട്ടിയാണ്, ഡെവിളാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ, നിങ്ങളുടെ പേഴ്സണും നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തേർഡ് പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നു. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി നിങ്ങളുടെ എനർജി തന്നെയാണ്. നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, അവിടെ പ്രവർത്തനമുണ്ടെന്നറിയാം. എങ്കിലും നിങ്ങൾ ബോൾഡായിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, നിൽക്കുന്നതെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളുടെ പവറിനെ ഇവിടെ കാണിച്ചു തരികയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇപ്പോൾ നിങ്ങൾ തളർന്നു പോകുന്നില്ല. റീഡിങ് കാണുമ്പോഴും തേർഡ് പാർട്ടിയല്ലേ, ഞാൻ മാനേജ് ചെയ്തോളാം, എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ധൈര്യം തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഏതൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുണ്ടെങ്കിലും പ്രശ്നങ്ങൾ മാറിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ, നെഗറ്റീവ് എനർജി ഉണ്ടായിക്കോട്ടെ, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തന്നെയാണെന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു വിശ്വാസം നിങ്ങളിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ റീഡിങ് നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം നിംസ്.